ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. എസെൻസ് ഒന്നും ചേർക്കാണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ബട്ടർ സ്കോച്ച് പുഡിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ്. നമ്മളിത് ചെയ്തെടുക്കാൻ പ്രാലൈൻ നട്ട്സൊക്കെ വെച്ചിട്ട് പ്രാലൈൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഇതായി പോവേണ്ട, ഡാർക്ക് കളറായി പോകേണ്ട, അപ്പോൾ കരിഞ്ഞ ചുവയ്ക്ക് വരും. ഇപ്പോൾ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 100 ഗ്രാം അണ്ടിപ്പരിപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്സ് ചേർക്കാം കേട്ടോ. ബദാം ഉണ്ടെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിലക്കടയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ആയതിനു ശേഷം ഒരുപാട് അങ്ങ് ഡാർക്ക് ആവാണ്ട് മിക്സ് ആക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഒന്നെങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിലേക്കോ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഒരുപാട് സമയം ആ ഒരു പാനിൽ തന്നെ വെച്ച് അപ്പോൾ തന്നെ അത് ക്രിസ്റ്റൽ ആവാൻ ചാൻസ് ഉണ്ടെന്നല്ല, ക്രിസ്റ്റൽ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതവിടെ മാറ്റി വെക്കുക. ഇനി ഞാനിപ്പോൾ ഇത് 2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 40 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാക്കറ്റ് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ 4 പാക്കറ്റ് 10 ഗ്രാമിൻ്റെ 4 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 4 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പുഡിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 1/2 ലിറ്റർ പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ആ രീതിയിലെടുത്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഞാനിവിടെ 1 കപ്പ് വേറൊരു പാനിൽ 1 കപ്പ് പഞ്ചസാര ഒന്ന് ഇതുപോലെ കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരുപാട് ഡാർക്ക് ആവുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ശരിക്കും ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിലാറ് ടേസ്റ്റ് ഈ രീതിയിൽ നമ്മൾ ബട്ടർ സ്കോച്ച് പുഡിങ് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 4 പാക്കറ്റ് മിൽമയുടെ പാലാണ് കേട്ടോ അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് ക്രിസ്റ്റലായി പോകട്ടെ. നമ്മൾ ആ ഒരു കാരമൽ ചെയ്ത പഞ്ചസാര ഇത് കുറച്ചൊക്കെ തണുത്ത ചൂടുള്ള പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവില്ല, കുറച്ച് തണുത്ത. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അത് തിളച്ച് വരുമ്പോഴേക്ക് ചൂടായിട്ട് വരുമ്പോഴേക്ക് അതൊക്കെ മെൽട്ടായി വരും. ഇപ്പോൾ അതാ കംപ്ലീറ്റ് മെൽട്ടായി വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് കൂടെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 400 ഗ്രാം കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണമെന്നുണ്ടെങ്കിൽ ഒരു 200 ഗ്രാം ഒഴിച്ച് ബാക്കി അധികം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. 400 ഗ്രാം ഒഴിച്ച് കൊടുത്താലും പഞ്ചസാര വേണ്ടി വരും കേട്ടോ. ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ പഞ്ചസാര വീണ്ടും പുഡിങ്ങിൽ അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു കപ്പിന് ഒരു 1/4 കപ്പ് പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അങ്ങനെ അതിനുശേഷം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് സെയിം സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് 2 ഒരേ ചൂടോടുകൂടെ അതിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചൈന ഗ്രാസ് കുറച്ച് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി തിളപ്പിച്ചെടുക്കരുത്. ഇനി തിളപ്പിച്ചെടുത്താൽ പാലൊക്കെ പിരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു. അപ്പോൾ 2 പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ 2 ലിറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പുഡിംഗ് ട്രേയിലേക്കാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു പുഡിംഗ്, അപ്പോൾ 2 പാക്കറ്റ് മതി കേട്ടോ. 1 ലിറ്റർ പാൽ മതി. ഇതിൻ്റെ നേരെ പകുതി മതി. എല്ലാം ഇതിൻ്റെ പകുതി എടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈ തരാം. അപ്പോൾ അതിൽ 2 ഒഴിച്ച് കൊടുത്ത് ചെറിയൊരു പുഡിംഗ് ട്രേ ആയതുകൊണ്ട് 2 ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് ബാക്കിയുള്ളത് ഞാൻ വേറെ ചെറിയൊരു ബൗളിലേക്ക് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് 2 മണിക്കൂർ വയ്ക്കുമ്പോഴേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾ ശരിക്കും അത് എന്താ പറയുക, യൂസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒക്കെ ആയിട്ട് പ്രാലൈൻ പൊടിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. ഞാൻ അതിന് മുന്നേ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചേർത്താൽ എന്താണെന്ന് വെച്ചാൽ തണുക്കുന്ന സമയത്ത് അത് മെൽട്ടായി വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഞാനത് അപ്പം തന്നെ പെട്ടെന്ന് വേണമെന്നുണ്ടായപ്പോൾ അപ്പം തന്നെ വേറെ ജോലികളൊക്കെ ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ അതിന് പൊടിച്ചിട്ട് അതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഡിങ് സെറ്റ് ആയതിനു ശേഷം ചെയ്യാം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തൊക്കെ ധൃതിയിൽ ചെയ്ത സമയത്ത് തന്നെ പൊടിച്ചെടുത്തപ്പം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടോ. മിക്സിയുടെ ജാറിലിട്ടപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മെൽട്ടായിട്ട് വരുമല്ലോ തണുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് നന്നാക്കി തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് യൂസ് ചെയ്യാം.
അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ സ്കോച്ച് പുഡിംഗ് തന്നെയാണിത്. അപ്പോൾ ബട്ടർ സ്കോച്ച് നമുക്ക് സിമ്പിളായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്തിട്ട് ആ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്തിട്ട് ഉണ്ടാക്കാം. ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കാം. ഈ മെത്തേഡിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്